കോട്ടയം ജില്ല മീനച്ചിൽ താലൂക്കിലെ മരങ്ങാട്ടുപള്ളി എന്ന കൊച്ചു ഗ്രാമം. 1930 നവംബർ 25 മാധവത്ത് ഫ്രാൻസിസ് റോസമ്മ ദമ്പതികളുടെ 4ാമത്തെ പുത്രനായി ഫാദർ ആർമണ്ട് ജനിച്ചു. നവംബർ 30 ശിശുവിനെ മാമോദീസ മുക്കിയപ്പോൾ അക്കാലത്തെ പാരമ്പര്യമനുസരിച്ച് 3ാമത്തെ ആൺകുഞ്ഞിന് സ്വന്തം പിതാവിൻ്റെ പേരായ ഫ്രാൻസിസ് എന്ന് തന്നെയാണ് പേരിട്ടത്. പാപ്പച്ചൻ എന്ന ഓമനപ്പേരും ശിശുവിന് നൽകി. ആശാൻ കളരിയിൽ നിന്നും അക്ഷരവിദ്യയും മരങ്ങാട്ടുപള്ളി സെൻറ് തോമസ് സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസവും നേടി കടപ്ലാമറ്റം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠനം തുടരുന്നതിനിടെയാണ് സ്കൂളിലെത്തിയ ഫാദർ ലിയോ കീപ്പുറത്തിൻ്റെ പ്രഭാഷണത്തിൽ ആകൃഷ്ടനായ മാധവത്ത് ഫ്രാൻസിസ് കപ്പൂച്ചിൻ മിഷണറി സഭയിൽ ചേർന്ന് അസീസി പുണ്യവാന്റെ ഉത്തമ അനുയായിയായി തീരുവാൻ തീരുമാനമെടുത്തത്. കൊച്ചു ഫ്രാൻസിസിൻ്റെ ആത്മീയതയും ഭക്തിയും കുടുംബാംഗങ്ങൾക്ക് അറിവുള്ളതിനാൽ ഫ്രാൻസിസിൻ്റെ വൈദികനാകാനുള്ള തീരുമാനം കുടുംബാംഗങ്ങൾക്കിടയിൽ അതിശയോക്തി ഉളവാക്കിയില്ല. മകൻ്റെ ആഗ്രഹത്തിന് പ്രാർത്ഥനാപൂർവമായ പ്രോത്സാഹനം നൽകിയും ആവശ്യമുള്ളതെല്ലാം വാങ്ങി നൽകിയും സ്നേഹസമ്പന്നനായ പിതാവും കുടുംബവും ഫ്രാൻസിസിനെ ലിയോ അച്ഛൻ്റെ കൂടെ യാത്രയാക്കി. നീണ്ട 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഫ്രാൻസിസിന് അജ്മീറിൽ നിന്നും സ്വന്തം നാട്ടിലേക്ക് പോകുന്നതിന് അവസരം ലഭിച്ചത്. എന്നാൽ ഫ്രാൻസിസ് ജനിച്ചു വളർന്ന മരങ്ങാട്ടുപള്ളിയിൽ നിന്നും മാധവത്ത് ഫ്രാൻസിസിൻ്റെ കുടുംബം കുടിയേറ്റക്കാരുടെ കാനാൻ നാടായ നടവയൽ പ്രദേശത്ത് തങ്ങളുടെ കർമ്മമണ്ഡലം കണ്ടെത്തിയിരുന്നു. നീണ്ട കാലാവധിക്ക് ശേഷം തൻ്റെ കുടുംബത്തോടൊപ്പം അവധിക്കാലം ചെലവഴിക്കാൻ ഫ്രാൻസിസ് നടവയലിലാണ് എത്തിച്ചേർന്നത്. ആർമണ്ടച്ചൻ 17 വയസ്സ് വരെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിന് മുമ്പൊക്കെ ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പം ഒന്നിച്ച് പോകുകയും പിന്നെ ചോറൊക്കെ കൊണ്ടുപോയി അവിടുത്തെ ഒരു വീട്ടിൽ വെച്ചിട്ട് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് വന്നിട്ട് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ സ്കൂളിലേക്ക് പോകും. അങ്ങനെയായിരുന്നു ഞങ്ങൾ ഇവിടെ ഒന്ന് പോകുന്നിടം വരെയുള്ള പരിപാടി. മറിഞ്ഞാട്ടുപള്ളി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ ചോറൊക്കെ കൊണ്ടുപോയിട്ട് തലാപ്പള്ളിയിൽ നിന്നും പറഞ്ഞ ഒരു വീട്ടിൽ വെച്ചിട്ട് ചോറൊക്കെ ഉച്ചയ്ക്ക് വന്ന് അവിടുന്ന് കഴിക്കും, എന്നിട്ട് വീട്ടിലേക്ക് പോകും. അങ്ങനെ 17 വയസ്സ് വരെ 16 വയസ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ കടപ്ലാമറ്റം ഇംഗ്ലീഷ് സ്കൂളിലേക്ക് അച്ഛൻ മാറിയതും പിന്നെ അവിടുന്ന് ഒരു അച്ഛൻ വന്ന് പിന്നെ മിഷന് പോകുന്നെന്നുള്ള ഇത് പറഞ്ഞപ്പം അച്ഛനതിന് പോകാൻ സന്നദ്ധനായിട്ട് പിന്നെ അങ്ങനെ പോവുകയും ചെയ്തു. അജ്മീറിൽ മിഷനിലേക്കാണ് പോയത്. അവിടുന്ന് പിന്നെ ഉള്ള കാര്യങ്ങളൊക്കെ 5-6 കൊല്ലം കഴിഞ്ഞ് അന്നേരത്തേക്കും ഞങ്ങൾ ഇങ്ങോട്ട് മലബാറിലേക്ക് പോന്നു. അത് പിന്നെയുള്ള വിവരങ്ങളൊക്കെ വരുന്ന കാലത്തിലൊക്കെ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അതാണ്ട് അതിന് മുമ്പുള്ള കാര്യങ്ങൾ എനിക്ക് പള്ളിക്കൂടത്തിൽ ഒന്നിച്ച് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ലാണ്ട് വീട്ടിലായിരിക്കുമ്പം ഞങ്ങൾ ഒന്നിച്ച് അങ്ങനെ കളിച്ച് തിരിച്ച് വളർന്നതാണ്. ഇവിടെ പോയിട്ട് വേറെ ഒക്കെ വരുമ്പോഴൊക്കെ അവധിക്ക് വരുമ്പോഴൊക്കെ വീട്ടിൽ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും സന്തോഷമായിട്ട് ഇരുന്നു പറഞ്ഞ് അവധി കഴിയുമ്പം അച്ഛൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. അച്ഛൻ മരിച്ചിട്ട് 23 വർഷമായി. ആ 23 വർഷവും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛനെ ഒരു വിശുദ്ധനായിട്ട് കാണണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരുന്നോട്ടെ. അത് ഈ 23ാം വർഷം അത് സഫലമായി തീർന്നിരിക്കുകയാണ്. അങ്ങനെ ഉണ്ട്. അച്ഛൻ്റെ ഒരു വിശുദ്ധനാകണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് എന്നും ഞങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്നത്. 1952 മെയ് മാസം ഫ്രാൻസിസ് കപ്പൂച്ചിൻ സഭയുടെ ലാറ്റിൻ സ്കൂളായ ഗോവയിലെ മൊന്തേദേഗിരീം സ്കൂളിൽ മൈനർ സെമിനാരിയിൽ ചേർന്നു. ഇക്കാലയളവിൽ സഭയുടെ ഔദ്യോഗിക ഭാഷയായ ലാറ്റിൻ പഠനത്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നത്. പഠനവും ജോലികളും കളികളും പ്രാർത്ഥനയും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ബ്രദർ ഫ്രാൻസിസ് മൈനർ സെമിനാരി പഠനം അവിസ്മരണീയമാക്കി. 1953 മെയ് മാസത്തിൽ
മംഗലാപുരത്തിനടുത്ത ഫറങ്കിപ്പേട്ടിലെ മോന്തേ മരിയാനോ നോവിഷേറ്റ് ഹൗസിൽ പ്രവേശിച്ചു. മെയ് 12 അദ്ദേഹം നോവിസ് മാസ്റ്ററിൽ നിന്ന് ബ്രദർ ആർമണ്ട് എന്ന പുതിയ പേരും സഭാവസ്ത്രവും സ്വീകരിച്ച് കർത്തൃസന്നിധിയിൽ തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു. 1954 മെയ് 13 വ്രതവാഗ്ദാനം നടത്തി കപ്പൂച്ചിൻ സഭയുടെ ഔദ്യോഗിക അംഗമായി. 2024 ജൂലൈ 13 നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ അഭിമാനത്തിൻ്റെ ഒരു ദിവസമാണ്. നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ വിശുദ്ധനായി ജീവിച്ച ഫാദർ ആർമണ്ട് മാധവത്ത് ദൈവദാസനായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുന്ന ദിവസമാണ്. ഈ ദിവസത്തിൽ നമുക്ക് തമ്പുരാന് പ്രത്യേകമായിട്ട് നന്ദി പറയാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആർമണ്ട് അച്ഛനെ പറ്റിയുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരു ഇടവക്കാരാണ്. ഞങ്ങൾ ഇടവക മാനന്തവാടി രൂപത്തിൽ നടവേലി എന്നുള്ള ആദ്യത്തെ വൈദികനാണ് ആർമണ്ട് അച്ഛൻ. അറിഞ്ഞ നാൾ മുതൽ അച്ഛനെ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. നമ്മുടെ കേരളത്തിലെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് അച്ഛനാണ്. മനുഷ്യരോട് ഇത്രമാത്രം ദയയോടും കരുണയോടും കൂടിയ പെരുമാറിയിട്ടുള്ള വൈദികർ നമുക്ക് ധാരാളം ഉണ്ടെങ്കിലും ആർമണ്ട് അച്ഛൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു. ത്രിത്വൈക ദൈവത്തിൻ്റെ ഉപാസകനാണ് ദൈവം. വചന പ്രഘോഷണത്തിലൂടെ അനേകരെ തമ്പുരാൻ്റെ പക്കലേക്ക് അനയിക്കുവാൻ, ദൈവസ്നേഹം അനുഭവിച്ചറിയുവാൻ അച്ഛൻ കാരണക്കാരനായിട്ടുണ്ട്. ഈ നല്ല വൈദികൻ തൻ്റെ 71-ാം വയസ്സിൽ നിത്യയിലേക്ക് വിളിക്കപ്പെട്ട് ഇപ്പോൾ ദൈവദാസ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എത്രയും വേഗം അദ്ദേഹം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുവാനായിട്ട് കൂടി. ഒപ്പം നമുക്ക് അദ്ദേഹത്തിന് മാധ്യസ്ഥം കൂടി തേടി പ്രാർത്ഥിക്കാം. ജൂലൈ 13 അനുസ്മരണ ദിവസത്തിന് എല്ലാ ആശംസകളും നേരുന്നു. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ ഞെല്ലക്കാട്ട് പിതാവ്. കൊല്ലത്തിനടുത്ത് തില്ലേരിയിലെ മേജർ സെമിനാരിയിൽ നിന്നും യുക്തിചിന്തയും തർക്കശാസ്ത്രവും പഠിക്കുമ്പോഴും ഭക്തിമാർഗത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. അരമണ്ടൻ എന്ന് തന്നെ വിളിച്ച് കളിയാക്കിയ കുട്ടികളോട് മുഴുമണ്ടനായി എന്നെ അരമണ്ടനാക്കിയ നിങ്ങൾ തന്നെയല്ലേ യഥാർത്ഥ മണ്ടന്മാർ എന്ന് ചോദിച്ച് പൊട്ടിച്ചിരിക്കാൻ മാത്രം വിനയവും ലാളിത്യവും അദ്ദേഹം കൈമുതലാക്കിയിരുന്നു. തൻ്റെ മൂത്ത സഹോദരന്മാരുടെ വേർപാട് നൽകിയ ദുഃഖഭാരവും മൂത്ത പുത്രന്മാരെ നഷ്ടപ്പെട്ട പിതാവിൻ്റെ ദയനീയാവസ്ഥയും ബ്രദർ ആർമണ്ടിൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തി. ക്രൂശിത രൂപത്തിനു മുൻപിൽ പ്രാർത്ഥനാ നിമഗ്നനായിരുന്ന ഒരു രാത്രിയിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന ദൈവിക വെളിപ്പെടുത്തൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ശാന്തമാക്കി. 1960 മാർച്ച് 25 ഊട്ടി രൂപതയുടെ മെത്രാനായിരുന്ന മാർ ആന്റണി പടിയറ പിതാവിൽ നിന്നും തിരുപ്പട്ടം സ്വീകരിച്ച് വൈദികനായി. പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം പുത്തൻ കുർബാന അർപ്പിക്കാൻ നടവയിലെത്തിയ ഫാദർ ആർമണ്ടിന് സ്നേഹോഷ്മളമായ വരവേൽപ്പാണ് മാധവത്വ കുടുംബവും നടവയിൽ ഇടവകയും നൽകിയത്. അച്ഛൻ്റെ മൂത്ത സഹോദരിയുടെ പുത്രിയാണ് ഞാൻ. അച്ഛനെ പറ്റി എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. എനിക്ക് 7 വയസ്സുള്ളപ്പോൾ തുടങ്ങി 7 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ്റെ പുത്തൻ കുർബാന നടക്കുന്നത്. അത് നടവേല് പള്ളിയിൽ, പഴയ പള്ളിയിൽ വെച്ചാണ് നടന്നത്. അച്ഛനെ പറ്റി ഓർക്കുമ്പോൾ അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് അച്ഛൻ അവധിക്കൊക്കെ വരുമ്പോൾ അന്ന് വാഹന സൗകര്യങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ നടന്നാണ് ഇവിടെ വന്നിരുന്നത്. അത് പുൽപ്പള്ളിയിൽ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യം വരും, എന്നിട്ട് നടന്ന് പുൽപ്പള്ളിക്ക് പോകുമായിരുന്നു. അതൊക്കെ വനത്തിൽ കൂടെയൊക്കെ ആയിരുന്നു അന്ന് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ വന്ന് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് അതൊരു വലിയ സന്തോഷമുള്ള ദിവസമായിരുന്നു. അച്ഛൻ വന്ന് ഇവിടെ വന്ന് പിന്നെ ഭക്ഷണം കഴിച്ച്, അന്ന് രാത്രി ഇവിടെ കിടക്കാറില്ല, ഭക്ഷണം കഴിച്ച് ജപമാല ചൊല്ലി, ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി ജപമാല ചൊല്ലി ഭക്ഷണം കഴിച്ച ശേഷം അച്ഛൻ പള്ളിമുറിയിൽ പോയി കിടക്കും. പിറ്റേ ദിവസം രാവിലെ പള്ളി കുർബാന ചൊല്ലിയിട്ടാണ് എന്നൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങള് 7 സഹോദരങ്ങളാണ്. എൻ്റെ മൂത്തത് ആങ്ങള, ഞാൻ രണ്ടാമത്തത്, പിന്നെ 3 അനിയത്തിമാര്, 2 ആങ്ങളമാര്. ചെറുപ്പത്തിൽ ഇവരെ അച്ഛൻ്റെ പെങ്ങളൊരു സിസ്റ്ററുണ്ട്, സിസ്റ്റർ ഫ്രാൻസിസ്ക. സിസ്റ്ററും പിന്നെ അച്ഛനും എൻ്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ച വ്യക്തികളാണ്. അന്ന് എനിക്ക് അവർ അച്ഛന്മാരും സിസ്റ്റർമാരും ഒത്തിരി ഇഷ്ടമായിരുന്നു. പിന്നീട് പഠിച്ചു വന്നു കഴിഞ്ഞപ്പം മടത്തി പോകുന്ന ചിന്തയൊക്കെ അത്ര ഇതില്ലായിരുന്നെങ്കിലും പ്രീ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് മടത്തി പോകണമെന്നാണ്. ചാച്ചനോട് പറയാൻ എനിക്ക് അല്പം മടിയുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടത് പറഞ്ഞത് എൻ്റെ ആർമണ്ടച്ഛനോടാണ്.
അപ്പോൾ അച്ഛൻ എന്നെ ആദ്യം എന്നോട് പറഞ്ഞു പീഡിക്ക് തോറ്റത് കൊണ്ടാണെങ്കിൽ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് മിഷന് പോകണമെന്നാണ് ആഗ്രഹം. അപ്പം എനിക്ക് വേണ്ട പ്രോത്സാഹനങ്ങളും ഒക്കെ നൽകി എല്ലാ നിർദ്ദേശങ്ങളും തന്നത് അച്ഛനായിരുന്നു. അച്ഛൻ എന്നെ അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു. പിന്നെ അച്ഛൻ മിഷന് പോകാൻ വേണ്ടി കുറേ അന്വേഷണമൊക്കെ നടന്നു. മിഷന് തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് ഞാൻ സിസ്റ്റർ ആയി കഴിഞ്ഞപ്പോൾ അച്ഛൻ എഴുതുന്ന കത്തുകളിലെല്ലാം എന്നാ എൻ്റെ പേര് മേഴ്സിറ്റ, സിസ്റ്റർ മേഴ്സിറ്റ എന്നാണ്. അപ്പോൾ മൈ ഡിയർ സിസ്റ്റർ മേഴ്സിറ്റ എന്നായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അച്ഛൻ CC ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിട്ട് ആയിക്കഴിഞ്ഞപ്പോൾ അച്ഛന് ആത്മാക്കളോടുള്ള ആത്മരക്ഷയിൽ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ ധ്യാനത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ 1, 2, 3 വരിയേ ഉണ്ടാവുള്ളൂ അച്ഛൻ്റെ കത്തുകള്. കയ്യക്ഷരം വായിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിൽ എക്സ്പേർട്ടായിരുന്നു വായിക്കാനായിട്ട്. അപ്പൊ കത്തുകൾ എഴുതുന്നതും അതിന്റെ മറുപടി വീട്ടിൽ വായിക്കുന്നതും എൻ്റെ ജോലിയായിരുന്നു. പിന്നെ അച്ഛനെ പറ്റിയുള്ള ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ആയിരുന്ന എല്ലാ മഠങ്ങളിലും അച്ഛൻ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ഒരു മുന്നറിയിപ്പൊന്നുമില്ല, അച്ഛൻ അവിടെ വരും, വന്ന് കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പോകാറുണ്ടായിരുന്നു. അപ്പൊ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാം തിരുവചനം. അത് അക്ഷരാർത്ഥത്തിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ആർമണ്ട് അച്ഛൻ എന്ന് പറഞ്ഞത്. പിന്നെ ലാളിത്യത്തിന്റെ വലിയൊരു മാതൃകയായിരുന്നു. അതെന്നോട് പലരും അച്ഛനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നെ പറ്റി എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇത്, ഞാൻ 2000 ഓഗസ്റ്റിൽ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് പട്ടാരത്തിൽ ചെന്നു. എൻ്റെ ജൂബിലി വർഷം കൂടിയായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി അച്ഛൻ അവിടെ ഒരു ശുശ്രൂഷ നടത്തിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന് അച്ഛൻ എനിക്ക് ഭക്ഷണം തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോരാൻ വന്നപ്പോൾ അച്ഛൻ ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞു. ഞാൻ തന്നെയാണ് അവിടെ ചെന്നത്. അച്ഛൻ അത് കഴിഞ്ഞിട്ട് അച്ഛൻ എന്നെ കയ്യെ പിടിച്ച് പട്ടാരം ബസ് സ്റ്റാൻഡിൽ കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പൊക്കോളാം അച്ഛന് വരണ്ടാന്ന് പറഞ്ഞിട്ടും അച്ഛൻ എന്നെ നിർബന്ധിച്ച് കയ്യെ പിടിച്ച് അവിടെ കൊണ്ടുപോയി ഇരുത്തി. ഒരു ചേട്ടനോട് പറഞ്ഞു ഇനി അടുത്ത ബസ് വരുമ്പോൾ ഈ സിസ്റ്ററിനെ കയറ്റി വിടണമെന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ അച്ഛനെ ഇപ്പോൾ ദേവദാസ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ അതിനു മുമ്പ് അച്ഛൻ്റെ അടുത്ത് എനിക്ക് ഇരിക്കാനൊരു അതായത് അച്ഛൻ ഭരിക്കുന്ന ജനുവരി മാസത്തിൽ 9-ാം തീയതി അച്ഛന് അസുഖം കൂടുതലായിട്ട് ഞാൻ അവിടെ ചെന്നു. ഒരു രാത്രി മുഴുവൻ അച്ഛൻ്റെ അടുത്തിരുന്ന് അച്ഛനെ ശുശ്രൂഷിക്കാൻ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതാണ്. ഇപ്പോൾ അച്ഛൻ എന്നെ ദേവദാസ പദവിയിലേക്ക് അത് അച്ഛൻ അർഹിക്കുന്ന ഒരു ഇത് തന്നെയായിട്ടാണ്. കാരണം അത്രയും വിശുദ്ധിയോടെ ജീവിച്ച ഒരു വ്യക്തിത്വമാണ്. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അച്ഛൻ ഇപ്പോൾ ദേവദാസ പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ. അച്ഛൻ അത്രയും വേഗം വിശുദ്ധരുടെ പദവിയിൽ അടുത്ത പടികളൊക്കെ കടന്ന് ധന്യനും വാഴ്ത്തപ്പെട്ടവനും വിശുദ്ധനുമൊക്കെ ആയിത്തീർന്ന് അനേകരെ ഇനിയും സ്വർഗത്തിലിരുന്നുകൊണ്ട് വിശുദ്ധിയിലേക്ക് നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിലുള്ള ഏറ്റവും സന്തോഷവും നന്ദിയും ഒക്കെ ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. എറണാകുളം പൊന്നുരുന്നി ആശ്രമത്തിലായിരുന്നു ആദ്യ നിയമനം. കുമ്പസാരത്തിലൂടെ ആത്മാക്കളെ നേടുന്നതിനായി വിശുദ്ധ ജോൺ മരിയ വിയാനി, വിശുദ്ധ പാദ്രെ പിയോ എന്നിവരെ പോലെ മണിക്കൂറുകൾ കുമ്പസാരക്കൂട്ടിൽ ചെലവഴിക്കാൻ അദ്ദേഹം തയ്യാറായി. നിശബ്ദതയാണ് ഏറ്റവും നല്ല പ്രാർത്ഥന എന്ന് അഭിപ്രായപ്പെട്ട അദ്ദേഹം എല്ലാ ദിവസവും മണിക്കൂറുകൾ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ ഉപവിഷ്ടനായി. 2 വർഷത്തിന് ശേഷം താൻ നോവിഷ്യേറ്റ് പൂർത്തിയാക്കിയ മംഗലാപുരത്തുള്ള മോന്തേ മരിയാനോ ആശ്രമത്തിൽ നിയമിതനായി. വീണ്ടും 2 വർഷത്തിന് ശേഷം 1969 മൂവാറ്റുപുഴയ്ക്കടുത്ത് വാഴപ്പള്ളിയിലെ ലൊറേറ്റോ നോവിഷ്യേറ്റ് ഹൗസിൽ നോവിസ് മാസ്റ്ററായി നിയമിതനായി. 1967 മാർച്ച് മാസം 17 പ്രിയ പിതാവ് മാധവത്തു ഫ്രാൻസിസും 1972 മാർച്ച് മാസം 29 പ്രിയ മാതാവ് റോസമ്മയും ദൈവസന്നിധിയിലേക്ക് യാത്രയായ വേളയിലെല്ലാം മകനെന്ന നിലയിലും പുരോഹിതനെന്ന നിലയിലും തൻ്റെ മാതാപിതാക്കൾക്ക് ഉചിതമായ യാത്രയയപ്പ് നൽകാൻ അദ്ദേഹത്തിനായി. 1976 ജനുവരി മാസം മലാപ്പറമ്പ് ക്രൈസ്റ്റ് ഹാളിൽ വെച്ച് നടന്ന കേരളത്തിലെ ആദ്യത്തെ കരിസ്മാറ്റിക് ധ്യാനത്തിൽ പങ്കെടുത്തത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവായിരുന്നു. ദൈവത്തിന് സ്തുതി.
കേരളത്തിൽ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ തുടക്കക്കാരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ആർമണ്ടച്ചൻ. അദ്ദേഹത്തിൻ്റെ കൂടെ 12 വർഷങ്ങൾ സഹവസിക്കുവാനും ഒന്നിച്ചു പ്രവർത്തിക്കുവാനും ഉള്ള ഭാഗ്യം എനിക്ക് കിട്ടിയതിന് ഞാൻ ദൈവത്തോട് വളരെ നന്ദിയുള്ളവനാണ്. മലയാള ഭാഷയിൽ ആദ്യമായിട്ട് കരിസ്മാറ്റിക് ധ്യാനം നടത്തിയത് അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ്. അദ്ദേഹത്തിൻ്റെ ലളിതമായ ജീവിതവും ആത്മാവ് നിറഞ്ഞ ശുശ്രൂഷകളും അനേകരെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചു. അദ്ദേഹത്തെ ഇന്ന് സഭ ദൈവദാസ പദവിയിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ മധ്യസ്ഥനായിട്ട് ഭാവിയിൽ സഭ പ്രഖ്യാപിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ദൈവത്തിന് സ്തുതി. മലയാളത്തിലും കരിസ്മാറ്റിക് ധ്യാനം സംഘടിപ്പിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ നിസ്സീമമായ ആഗ്രഹത്തിൻ്റെയും നിരന്തരമായ പരിശ്രമത്തിൻ്റെയും ഫലമായി 1976 സെപ്റ്റംബർ 24 ആദ്യ മലയാള ധ്യാനം ആർമണ്ടച്ചൻ്റെ നേതൃത്വത്തിൽ അസീസിയിൽ സംഘടിപ്പിച്ചു. വചനപ്രഘോഷണം നടത്താനുള്ള ആത്മീയ അഭിഷേകം ലഭിക്കുന്നതുവരെ അദ്ദേഹം പ്രസംഗിക്കുന്നതിൽ നിന്നും മാറി നിന്നു. ഒരു ദിവസം അരണ്ട വെളിച്ചത്തിലിരുന്ന് മടിയിലേക്ക് കൈകൾ തുറന്നു വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചിരുന്ന അദ്ദേഹത്തിന് ആരോ എടുത്തെറിയുന്നത് പോലെ ശക്തമായ ഒരനുഭവമുണ്ടായി. വലിയ സന്തോഷവും ധൈര്യവും വചനത്തോടുള്ള തുറവിയും ലഭിച്ച അദ്ദേഹം പരിശുദ്ധാത്മാഭിഷേകം തിരിച്ചറിഞ്ഞ് വചനപ്രഘോഷണം ആരംഭിച്ചു. ഫാദർ മാത്യു നായിക്കമ്പറമ്പിലിനെ പോലെ പ്രശസ്തരായ ധ്യാനഗുരുക്കളിൽ പലരും തങ്ങളുടെ ആദ്യ ധ്യാനം കൂടിയതും ശുശ്രൂഷ ആരംഭിച്ചതും ഇവിടെയാണ്. ചാപ്പലിലെ കസേരയിലിരുന്ന് തുറന്നുവെച്ച വലത് കൈയിൽ ഇടത് കൈ എടുത്തുവെച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. മേൽപ്രകാരം പ്രാർത്ഥിക്കുന്നതിൻ്റെ രഹസ്യം അച്ഛൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: വലത് കൈ പിതാവിൻ്റെ മടിത്തട്ടാണ്, ഇടത് കൈ ഞാനും. എവിടെയെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടെന്നറിഞ്ഞാൽ പ്രേക്ഷിതരെയും കൂട്ടി ഉടൻ പുറപ്പെടുമായിരുന്നു അദ്ദേഹം. ഏറെ ലളിതമായ ജീവിതശൈലിക്കുടമയായിരുന്നു അദ്ദേഹം. പഴകിയ 2-3 സഭാവസ്ത്രങ്ങളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. സഭാവസ്ത്രങ്ങളിലല്ലാതെ അദ്ദേഹത്തെ കാണുക അസാധ്യവും ആയിരുന്നു. മലബാറിൽ ഒരു ധ്യാനകേന്ദ്രം പണിയണമെന്ന ഏറെ നാളത്തെ ആഗ്രഹത്തിനും പരിശ്രമത്തിനും ഒടുവിൽ അത്ഭുതകരമായ വഴിനടത്തലിലൂടെ 1996 തലശ്ശേരി ഭാരാപ്പോൾ നദിയുടെ തീരത്തുള്ള കുന്നിൻ പ്രദേശം വാങ്ങി വിമലഗിരി എന്ന് പേരു നൽകി. എത്രയും വേഗം താമസിച്ചുള്ള ധ്യാനം ആരംഭിക്കണമെന്ന് അച്ഛൻ ബ്രദർ ഗാസ്പറിനോട് പറഞ്ഞു. ധ്യാനമന്ദിരം നിർമ്മിക്കുന്നതിന് ധർമ്മശേഖരണം നടത്തണം, എല്ലാറ്റിനും നേതൃത്വം കൊടുക്കണം. ബ്രദർ പിറ്റേന്ന് തന്നെ ഭിക്ഷാടനത്തിനിറങ്ങി. പണത്തേക്കാൾ ഉപരി നിർമ്മാണ സാമഗ്രികൾ ആയിരുന്നു ആവശ്യപ്പെട്ടത്. നാട്ടിലെ സ്ത്രീ പുരുഷന്മാർ ഒത്തുകൂടി ഉത്സവ പ്രതീതിയിൽ താമസിക്കാനുള്ള കോട്ടേജുകൾ കവുങ്ങും ഓലയും ഉപയോഗിച്ച് പണിതു തീർത്തു. ഒരിക്കൽ പണത്തിന് അത്യാവശ്യം വന്ന സാഹചര്യത്തിൽ നമുക്ക് ആവശ്യമുള്ള പണം ദൈവം നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നതിന് അദ്ദേഹം പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളവരോട് ആവശ്യപ്പെട്ടു. പണം കൈമാറേണ്ട ദിവസം യാതൊരു പരിചയവുമില്ലാത്ത വ്യക്തി വേണ്ടതിലധികം തുകയുമായി അച്ഛനെ സമീപിച്ചത് കണ്ടപ്പോൾ എല്ലാവരും അത്ഭുതപരവശരായി. നാട്ടിൽ ഞങ്ങൾ അച്ഛനുമായിട്ട് അയൽക്കാരായിരുന്നു. അച്ഛൻ്റെ പിന്നെ ഫാദർ ഞങ്ങളുടെ വീട്ടിൽ കൂടെയൊക്കെ വന്നാണ് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്, മരങ്ങാട്ടുള്ളി പള്ളിയിൽ. അങ്ങനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അയൽ ബന്ധങ്ങളുള്ള ഒരാളായിരുന്നു അച്ഛൻ. അച്ഛനും എൻ്റെ ചേട്ടനും അന്ന് മരങ്ങാട്ടുള്ളി ഒന്നിച്ച് പഠിച്ചിട്ടുള്ള. അച്ഛൻ അന്ന് ഭരണങ്ങാനത്ത് അച്ഛനായി ആകാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒഴിവുള്ള സമയങ്ങളിൽ, ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ വീട്ടിലേക്ക് വരും. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ എല്ലാ വീടുകളിലേക്കും വന്ന് അയൽക്കാരുടെ വീടുകളിലെല്ലാം വന്ന് അന്വേഷിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു സമയമായിരുന്നു അച്ഛൻ. അങ്ങനെ എല്ലാ വീട്ടിലും വന്ന് എല്ലാ അന്വേഷണങ്ങളും നടത്തി. സ്വന്തം വീട്ടിലും പോയി എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചറിഞ്ഞ്
അങ്ങനെ പോകുമായിരുന്നു. അച്ഛൻ്റെ ലീവ് തീരുന്ന വരെയുള്ള ദിവസങ്ങളിൽ അച്ഛൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് നല്ലൊരു അച്ഛനായിരുന്നു. അച്ഛൻ ഇങ്ങനെ ദേവദാസ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് ഞങ്ങൾക്കെല്ലാവർക്കും, ഈ കുടുംബക്കാർക്കും ഈ നാട്ടുകാർക്കും എല്ലാം വളരെ സന്തോഷമായി. 2000 മാർച്ച് 7-ാം തീയതി താമസിച്ചുള്ള ആദ്യ ധ്യാനം വിമലഗിരിയിൽ ആരംഭിച്ചു. ത്രിത്വോപാസകനായ ആർമണ്ട് അച്ഛൻ രണ്ടാമതായി പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ദൈവാനുഭവ ധ്യാനമായിരുന്നു നടത്തിയിരുന്നത്. ദൈവം പിതാവ്, ഈശോ നമ്മുടെ മൂത്ത ജ്യേഷ്ഠൻ, പരിശുദ്ധാത്മാവ് നിത്യസഹായകനായ സുഹൃത്ത് എന്ന രീതിയിൽ ത്രിത്വേക ദൈവത്തെ ലളിതമായി വ്യാഖ്യാനിക്കാൻ അച്ഛന് സാധിച്ചു. നമ്മൾ ത്രിത്വത്തിൽ നിന്നും വരുന്നു, ത്രിത്വത്തിൽ ജീവിക്കുന്നു, ത്രിത്വത്തിൽ ലയിക്കുന്നു എന്ന ആപ്തവാക്യം അച്ഛൻ്റെ ദൈവാനുഭവത്തിൻ്റെ സാരാംശമായിരുന്നു. 2000 സെപ്റ്റംബർ മാസം ദമ്പതി ധ്യാനം നടന്നുകൊണ്ടിരിക്കെ അദ്ദേഹം തീർത്തും ക്ഷീണിതനായി കാണപ്പെട്ടു. വിദഗ്ധ പരിശോധനയ്ക്കൊടുവിൽ ശ്വാസകോശത്തിൽ ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചു. പട്ടാരത്ത് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് നടത്തിയ പ്രാർത്ഥനയിൽ ലഭിച്ച സന്ദേശം അച്ഛനെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് നിശ്ചയിച്ചിരിക്കുന്നു എന്നതായിരുന്നു. ജനുവരി 12, 13, 14 എന്നീ തീയതികളും വെളിപ്പെടുകയുണ്ടായി. 2000 നവംബർ 25-ന് അച്ഛൻ്റെ 70-ാം ജന്മദിനം സമുചിതമായി ആഘോഷിച്ചു. ഡിസംബർ 22-ാം തീയതി അച്ഛൻ്റെ സ്വപ്ന പദ്ധതിയായ ധ്യാനമന്ദിരത്തിൻ്റെ ആദ്യ നിലയുടെ വെഞ്ചിരിപ്പ് കർമ്മത്തിൽ പങ്കെടുക്കാൻ അച്ഛന് സാധിച്ചു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാധവത്തച്ഛനെ പറ്റി ഓർമ്മിക്കാനുള്ള ഈ അവസരം കിട്ടിയതിന് ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു. മാധവത്ത് കുടുംബവും ഞങ്ങളുടെ കുടുംബവും തമ്മിൽ ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ അച്ഛൻ ലീവിന് വരുമ്പോൾ മിക്കവാറും വീട്ടിൽ വരികയും ഇങ്ങോട്ട് വരാൻ ഒത്തില്ലെങ്കിൽ ഞങ്ങൾ അവിടെ പോയി കാണുകയും ചെയ്യുമായിരുന്നു. അപ്പം അച്ഛനുമായിട്ടുള്ള ആ സൗഹൃദം വളരെ സ്നേഹപൂർണവും ലാളിത്യം നിറഞ്ഞതുമായ അച്ഛൻ്റെ വർത്തമാനവും പെരുമാറ്റവും ഞങ്ങളെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛൻ വന്നാൽ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അവസാനം അച്ഛന് സുഖമില്ലാതെ വന്നപ്പോഴും അച്ഛന് വീട്ടിലേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ പോയി കാണുകയാണ് ചെയ്തത്. ക്യാൻസർ കാരണം നിന്നുകൊണ്ടിരുന്നപ്പോഴും അതിനെപ്പറ്റിയൊന്നും അച്ഛന് ചിന്തയില്ല. കാണാൻ ചെല്ലുന്നവരെ ആശ്വസിപ്പിക്കുകയും അവരോട് സ്നേഹമസൃണമായും വളരെ ലളിതമായും പെരുമാറുകയും ചെയ്യുന്നത് ഒരിക്കലും മറക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അച്ഛനോടുള്ള അടുപ്പം എപ്പോഴും ഞങ്ങൾക്കൊരു അനുഗ്രഹമായിട്ടേ തോന്നിയിട്ടുള്ളൂ. ഞങ്ങളുടെ ഇടവകയിൽ നിന്നും ആദ്യമായിട്ട് മാധവത്തച്ഛനെ ഇങ്ങനെ ദൈവദാസ പദവിയിലേക്ക് ഉയർത്തിയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. സർവശക്തനായ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. സാധാരണ 1-ാം വെള്ളിയാഴ്ചകളിൽ പട്ടാരത്ത് നടത്താറുണ്ടായിരുന്ന പ്രാർത്ഥന കൂട്ടായ്മ ഏതോ കാരണങ്ങളാൽ 2001 ജനുവരി 12-ലേക്ക് മാറ്റി നിശ്ചയിച്ചിരുന്നു. ഒരുപക്ഷെ തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ കൂടെ ഉണ്ടാകണമെന്ന ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണമായിരിക്കാം ഇത്. അച്ഛനെ പറ്റി എനിക്ക് നന്നായി അറിയാവുന്നതാണ്. 52 വർഷമായി ഞാനിവിടെ വന്നിട്ട്. അപ്പോൾ അച്ഛന് എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞു തരും. പ്രാർത്ഥിക്കണം, നിങ്ങൾ മക്കളെ നല്ലപോലെ വളർത്തണം, അങ്ങനെയൊക്കെ എല്ലാം പറഞ്ഞു തരും. അച്ഛൻ്റെ അമ്മ 3 വർഷമായി ഇവിടെ കിടന്നു അസുഖമായിട്ട്. അപ്പോൾ അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് വരും, അമ്മയെ കാണാൻ വരും. അപ്പോൾ അമ്മ കിടന്ന കിടപ്പാരിനെല്ലാം ചെയ്യണം. അപ്പം അങ്ങനെ അച്ഛന് വലിയൊരു പ്രത്യേക സ്നേഹമായിരുന്നു ഞങ്ങളോട്, ഈ കുടുംബത്തോട്. അപ്പോൾ അങ്ങനെയായിട്ട് അച്ഛനെ പറ്റി അന്ന് തന്നെ അച്ഛൻ വരുമ്പോൾ തന്നെ ഈ പ്രാർത്ഥനയാണ് മുഴുവനും. അച്ഛന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഉള്ളൂ സമയം. എന്തെങ്കിലും വന്ന് നമ്മളെല്ലാം ഒന്ന് തലോടിയിട്ട് അച്ഛനങ്ങ് പോകും. എന്നിട്ട് അച്ഛൻ എല്ലായിടത്തും പോയിട്ട് വന്ന് പറയും ഭക്ഷണം തന്നേക്കെ, ഭക്ഷണം കഴിച്ചിട്ട് അച്ഛൻ പോകും. ഇതിലേക്ക് വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കുടുംബത്തിന് സന്തോഷമുള്ളൂ. അച്ഛന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും. പ്രാർത്ഥനയും ആരാധനയുമായി പ്രിയ പ്രേക്ഷിതരുടെ സാന്നിധ്യത്തിൽ രാത്രി 9:30 ആർമണ്ട് അച്ഛൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. ജനുവരി 14 ഞായറാഴ്ചയായിരുന്നു ഭൗതിക ശരീരം ഖബറടക്കിയത്. അന്നു മുതൽ ഇന്നുവരെ ആയിരങ്ങൾ അച്ഛൻ്റെ ഖബറിടത്തിൽ പ്രാർത്ഥിക്കുകയും രോഗശാന്തിയും അത്ഭുതങ്ങളും നടന്നു വരികയും ചെയ്യുന്നു.
അദ്ദേഹത്തിന്റെ വിശുദ്ധിയും മാധ്യസ്ഥ ശക്തിയും തിരിച്ചറിഞ്ഞ സഭാധികാരികൾ അന്നത്തെ തലശ്ശേരി അതിരൂപത മെത്രാപ്പോലിത്ത അഭിവന്ദ്യ ജോർജ് ഞരളക്കാട്ട് പിതാവിനോട് അഭ്യർത്ഥിച്ചതിൻ പ്രകാരം 2019 ജനുവരി 23 നാമകരണ നടപടികൾക്ക് തുടക്കം കുറിച്ചു. വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടേണ്ടവരുടെ ലിസ്റ്റിൽ ആർമണ്ട് ഓഫ് നടവയിൽ എന്ന പേരിൽ ഉൾപ്പെടുത്തപ്പെട്ട ആർമണ്ട് മാധവത്തച്ഛൻ 2024 ജൂലൈ 13 ദേവദാസ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു.